നമസ്തേ, ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ചോദ്യം, വാട്സപ്പിൽ കിട്ടിയ ഒരു ചോദ്യം. കുടുംബത്തിൽ ഭയങ്കര കലഹം നടക്കുന്നു, അത് പരിഹരിക്കാൻ എന്തെങ്കിലും ഒരു മന്ത്രമുണ്ടോ? വീണ്ടും മന്ത്രത്തിലാണ് ചോദ്യം. എല്ലാവർക്കും മന്ത്രമാണ് വേണ്ടത്. അപ്പോൾ നോക്കൂ, ധാരാളം മന്ത്രങ്ങളുണ്ട്. നിങ്ങളൊരു പക്ഷേ പ്രശസ്തമായ സംഘടനാ സൂക്തം, ഐകമത്യ സൂക്തം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? ഉണ്ടാവും. ഐകമത്യ സൂക്ത പുഷ്പാഞ്ജലി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അതായത് വീട്ടിൽ ഐക്യം കൊണ്ടുവരുന്നതിനാണ്. ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ സൂക്ത പുഷ്പാഞ്ജലി കഴിച്ചുകൊണ്ട് മാത്രം വീട്ടിൽ ഐക്യം ഉണ്ടാവുമോ? ആ അമ്മ എന്നോട് ചോദിച്ചത് വീട്ടിൽ ഐക്യം ഉണ്ടാവാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. ആ മന്ത്രത്തിൽ പറയുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന്. നമ്മളുടെ മന്ത്രങ്ങൾ സമാനമാവണം, നമ്മുടെ മുദ്രാവാക്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ സ്ലോഗൻസ് ഒന്നായിരിക്കണം, നമ്മുടെ ദർശനം ഒന്നായിരിക്കണം, നമ്മുടെ ജീവിത രീതികളിൽ ഒരു സാമഞ്ജസ്യം ഉണ്ടാകണം എന്നൊക്കെയാണ്. പലപ്പോഴും ഒരു വീട്ടിൽ ഒരുമിച്ച് ഈ കലഹങ്ങളില്ലാതാവാൻ ഒരുമിച്ചിരുന്ന് കൊണ്ട് ഈ ഐകമത്യ സൂക്തം ചൊല്ലുന്നത് നല്ലതാണ്. ഐകമത്യ സൂക്തം ചൊല്ലിയാൽ മാത്രം പോരാ, അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് കൂടി പറയണം. ആ മന്ത്രം ചൊല്ലുകയും അതിൻ്റെ അർത്ഥം സംസാരിക്കുകയും വേണം. അർത്ഥം നമുക്കവിടെ പറയാൻ പറ്റണം. കാരണം സംഘടനാ സൂക്തത്തിനകത്ത് എങ്ങനെയാണ് ഒരു സംഘടന, ഒരു കുടുംബം ഒക്കെ മുന്നോട്ട് പോകേണ്ടത് എന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ നമ്മളെ മനസ്സ് ഒന്നായിരിക്കണം, നമ്മുടെ ചിന്തകൾ ഒന്നായിരിക്കണം, നമ്മുടെ പ്രവൃത്തികൾ ഒന്നായിരിക്കണം. ഒരു വീട്ടിൽ അച്ഛനും മക്കളും ഭാര്യയും അമ്മയും മരുമക്കളും അല്ലെങ്കിൽ മാതാപിതാക്കന്മാരും ഒക്കെ ഒരുപോലെ ഒരേ കാര്യത്തിന് വേണ്ടി പ്രയത്നിച്ചാലേ ആ വീട്ടിൽ ഉയർച്ചയുണ്ടാവുള്ളൂ. സംഗച്ഛദ്വം സംവദദ്വം സംവോ മനാംസി ജാനതാം ദേവാഭാഗം യഥാപൂർവേ സഞ്ജാനാന ഉപാസതേ എന്നും തുടങ്ങിയ മന്ത്രങ്ങളിലൊക്കെ എന്താണ് പറയുന്നത്? നമുക്ക് ഒരുമിച്ച് സംസാരിക്കാമെന്നാണ്, നമുക്ക് ഒരുമിച്ച് സംവദിക്കാമെന്നാണ്. ആ ഒരുമിച്ച് സംവദിക്കുക എന്ന് പറയുന്ന ഒരു മന്ത്രമായി നിന്നാൽ പോരാ, മറിച്ച് നമ്മുടെ വീടുകളിൽ അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് സംസാരിക്കാനുള്ള വേദികൾ ഉണ്ടാവണം. എല്ലാ ആഴ്ചയിലും അത്തരം വേദികൾ വേണം. പലപ്പോഴും ഒരു ഭക്ഷണത്തിൽ ചുറ്റും ഇരുന്നു കൊണ്ട് സംസാരിക്കാം, അല്ലെങ്കിൽ ഒരു നേരം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് നമ്മളെ പ്രയാസങ്ങൾ ചർച്ച ചെയ്യാം. എല്ലാ വീടുകളിലും ഈ സംഘടനാ സൂക്തം, ഞാൻ മന്ത്രദീപ്തി എന്ന പുസ്തകത്തിലുണ്ട് സംഘടനാ സൂക്തം, പല പുസ്തകങ്ങളിലും കശ്യപവേദ റിസർച്ച് ഫൗണ്ടേഷൻ്റെ പല പുസ്തകങ്ങളിലും ഈ സംഘടനാ സൂക്തം നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ സംഘടനാ സൂക്തം ചൊല്ലുകയും അതിൻ്റെ അർത്ഥം എല്ലാവരും കൂടി പങ്കുവെക്കുകയും ചെയ്യുമ്പോൾ നമ്മളെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് ബോധ്യമാവും. അപ്പോൾ അച്ഛൻ എന്തിനോ വേണ്ടി പ്രവർത്തിക്കുന്നു, നിങ്ങൾ അങ്ങനെ അതിനു വേണ്ടിയാണ് പ്രയത്നിച്ചതെന്ന് എനിക്കറിയില്ലല്ലോ എന്ന് ഭാര്യ, നിങ്ങൾ അതാണ് ഉദ്ദേശിച്ചത് എന്ന് എനിക്കെങ്ങനെ അറിയാം എന്ന് ഭാര്യ പറയും. അല്ലെങ്കിൽ നീ അതാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കെങ്ങനെ പറയാൻ പറ്റും, എനിക്ക് ഗണിച്ചു നോക്കുന്ന പതിവൊന്നുമില്ലല്ലോ എന്ന് ഭർത്താവ് പറയുന്നു. സത്യത്തിൽ ഒരു അംഗചലനം കൊണ്ടുപോലും പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധത്തിലാണ് സാമഞ്ജസ്യം ഉണ്ടാവേണ്ടത്. ഒരു ശരീരത്തിലെ അവയവങ്ങൾ എങ്ങനെയാണ് ഏകദാനതയിൽ പ്രവർത്തിക്കുന്നത്, അതുപോലെ ആയിരിക്കണം ഒരു കുടുംബത്തിലെ എല്ലാവരും പ്രയത്നിക്കുന്നത്. അവരുടെ എല്ലാവരുടെയും ലക്ഷ്യം ഒന്നായിത്തീരണം. അങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കണമെങ്കിൽ തീർച്ചയായും നമുക്ക് ഐക്യബോധം ഉണ്ടാവണം. അതിന് ഏറ്റവും നല്ലതാണ് സംഘടനാ സൂക്തം ചൊല്ലാം, അതിൻ്റെ അർത്ഥം വിശദീകരിച്ച് പറയുകയും ചെയ്യാം. എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.